നമ്മളെ ഉപ്പ ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ പഠിച്ചവനെ ജീവിക്കാം? എല്ലാ മക്കൾക്കും ഉപ്പയും ഉമ്മയുള്ള കാലമല്ല സ്വർഗം. അവിടെ എൻ്റെ ഉപ്പനെ എല്ലാവരും ഒന്ന് സഹായിക്കണം. ആരും എൻ്റെ ഉപ്പനെ കൈയൊഴിയരുത്. ഇതൊരപേക്ഷയാണ്. എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാത്ത അതുകൊണ്ട് എല്ലാവരും സഹായിച്ച് ഇത്തിരി നിവർത്തിയത് കൊണ്ടാണ് എൻ്റെ പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നത്. നിങ്ങളാരും കൈയൊഴി. ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തിന് താങ്ങായി തണലായി കാവലായി ആരുമില്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ മരണപ്പെട്ടു പോയാൽ വാടക വീട്ടിൽ താമസിക്കുന്ന എൻ്റെ കുടുംബം ആരാരുമില്ലാതെ നടുറോട്ടിൽ അനാഥരായി കഴിയേണ്ടി വരും. അത് ഓർക്കുമ്പോൾ നെഞ്ച് പൊട്ടുന്ന വേദനയാണ്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഈ പ്രിയപ്പെട്ട സഹോദരൻ പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പറ്റാവുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തി ഈ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പടച്ചവനും നിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഏതൊരു മക്കൾക്കും ഓരോ ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലമല്ലേ നല്ല കാലം. എൻ്റെ ഉപ്പാനെ എല്ലാവരും സഹായിക്കണം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മളെ ഉപ്പയാളും ഡയാലിസിൽ തീരെ വെള്ളം കുടിച്ചുവിടും ഉപ്പാക്ക്. ഉപ്പ കാണാണ്ടെല്ലാം എടുത്തിട്ട് വെള്ളം കുടിക്കുന്ന കാണുമ്പോൾ അത്രക്കും സങ്കടാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ ഉപ്പാനെ എല്ലാവരും സഹായിക്കണം. ലെൻസിന് സ്ക്രാച്ച് വന്നതുകൊണ്ട് എനിക്കധികം സംസാരിക്കാൻ കഴിയുന്നില്ല. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്തഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇരു വൃക്കകളും തകരാറിലായി വലിയ പ്രയാസത്തിലാണ്. അടിയന്തരമായി വൃക്ക മാറ്റിവെച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഹോസ്പിറ്റൽ അറിയിച്ചതിൽ പിന്നെ ഈ കുടുംബത്തിൻ്റെ വലിയ തരത്തിലുള്ള കൂട്ടക്കരച്ചിലാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഉപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ ഭർത്താവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കുടുംബം നെഞ്ചു പൊട്ടി കരയുകയാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത്. യാതൊരു മാർഗവുമില്ലാത്ത വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് ഏകദേശം 35 ലക്ഷം രൂപ കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ലാത്തത് കൊണ്ടാണ് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ഒരു സഹായ സമാഹരണമായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. കിഡ്നി മാറ്റിവെക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏകദേശം 35 ലക്ഷം രൂപ നമ്മൾ അടിയന്തരമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മുസ്തഫയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ചേർക്കേണ്ടത്. പരമാവധി സഹായങ്ങൾ അടിയന്തരമായി സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഈ മക്കൾ പറയുന്ന വാക്കുകൾ കേട്ടോ പ്രിയപ്പെട്ടവരെ. ഏതൊരു മക്കളുടെയും ഏറ്റവും വലിയ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ സ്വർഗവും ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഉപ്പയുടെ വേദന ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ഉപ്പയുടെ സങ്കടം ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ഉപ്പ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഒരു കാലത്ത് വർഷങ്ങളോളം മുസ്തഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ പിതാവിൻ്റെ ബാങ്ക് വിളി കേട്ട് ഉണർന്ന നാടാണ് പാനൂർ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പാനൂരുള്ള ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വം ബാധ്യതയുമാണ് ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത്. നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളുടെ സൗഹൃദങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സഹായം അടിയന്തരമായി സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് പിതാവിനെ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണം. ആകെയുള്ള ഒരു പൊന്ന് മോന് ലെൻസിന് ചെറിയ തകരാറ് വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകുകയാണ്. വലിയ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ്. നിത്യ ചെലവിന് പോലും യാതൊരു മാർഗവുമില്ലാതെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബമാണ്. ഇപ്പോൾ തന്നെ ഡയാലിസിസും കാര്യങ്ങളൊക്കെ സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒക്കെ സഹായ സഹകരണത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. യാതൊരു മാർഗവുമില്ലാതെ ചില സമയങ്ങളൊക്കെ ഡയാലിസിസ് മുടങ്ങുന്ന അവസ്ഥകൾ വരെ ഉണ്ടാവാറുണ്ടെന്നാണ് ഈ കുടുംബം അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നെഞ്ച് പൊട്ടുന്ന വേദനയോടുള്ള ഈ ഒരു സങ്കട കാഴ്ച നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാതെയും പോകരുത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളോട് സംസാരിക്കാൻ പള്ളിയിൽ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ സഹായിക്കും, നിങ്ങളൊക്കെ സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. പാനൂർ ജുമാ മസ്ജിദിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുസ്തഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന പ്രതീക്ഷയായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കുമൊക്കെ അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് പടച്ചവന് മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളത് വളരെ ഭാരിച്ച സാമ്പത്തിക
ബാധ്യതയുള്ള ഒരു ചികിത്സയായതുകൊണ്ട് തന്നെ വളരെ പാവപ്പെട്ട അദ്ദേഹത്തിന് അത് സാധിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ ഈ സാമൂഹ്യ ഇടങ്ങളിലെ സഹായഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കുമാറാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെയൊരു ആളുകളുടെ കൂടിച്ചേരുകയും അദ്ദേഹത്തിന് വേണ്ടി ഒരു കൈത്താങ്ങ് എന്ന രീതിയിൽ ഒരു ആവശ്യം എല്ലാവരുടെ മുന്നിലും നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് ഈ പരിശുദ്ധ ജുമാഅത്ത് പള്ളിയിലെ വിശ്വാസികളെ ബാങ്ക് കൊടുത്ത് പള്ളിയിലേക്ക് ക്ഷണിച്ചിരുന്ന മുഅദ്ദിനായിട്ടുള്ള മുഹമ്മദ് സാഹിബിൻ്റെ മകൻ മുസ്തഫ ജീവിത യാത്രയിൽ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ പല പരീക്ഷണങ്ങളും നടത്തി പരാജയപ്പെടുകയും സ്വന്തം കിടപ്പാടം പോലും വിൽക്കേണ്ടി വന്ന സ്ഥിതിവിശേഷം വന്ന് വിദേശത്ത് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നതിനിടയിലാണ് ഇപ്പോൾ 2 വൃക്കയും തകരാറിലായി വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതി വന്നിട്ടുള്ളത്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. പരമാവധി എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുസ്തഫ, അദ്ദേഹം ഇന്ന് 2 കിഡ്നിയും നഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇന്നിവിടെ ആരംഭം കുറിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഉദ്യമത്തിൽ ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചുകൊണ്ട് മുമ്പോട്ട് വരണമെന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. മുസ്തഫയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യയല്ല അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത നാടുകളിലുള്ള ആളുകളും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാവരും ഒരുമിച്ച് കൈ ചേർത്താൽ നമുക്ക് മുസ്തഫയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും. മുസ്തഫ ആരോഗ്യമുള്ള അവസരത്തിൽ എല്ലാവരോടും സഹായിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രദേശത്തെ ചെറുപ്പക്കാരനായ മുസ്തഫയുടെ ചികിത്സാ ഫണ്ടിലേക്ക് ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മുസ്തഫ എന്ന് പറയുന്ന ആ വ്യക്തി നാടിനും നാട്ടുകാർക്കുമൊക്കെ ഒരു കാലത്ത് വലിയൊരു സഹായവും അതിലുപരി പാനൂരിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഇവിടുത്തെ പള്ളിയിലെ മുഅദ്ദിനായ അവരുടെ മകനും കൂടിയാണ്. അസ്സലാമു അലൈക്കും. ഈ പറഞ്ഞ മുസ്തഫനെ നമ്മളെല്ലാവരും കൈയറിഞ്ഞ് സഹായിക്കുക, അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാനൂർ ജുമാഅത്ത് പള്ളിയിൽ സേവനം ചെയ്ത ഉസ്താദിൻ്റെ മകൻ മുസ്തഫ എന്ന സഹോദരൻ്റെ കിഡ്നിയുമായി സംബന്ധിച്ച ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പാനൂർ ജുമാഅത്ത് പള്ളിയിൽ മുഅദ്ദിനായി ജോലി ചെയ്തിരുന്ന ഉസ്താദിൻ്റെ മകനായ മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ കിഡ്നി സംബന്ധമായി ബന്ധപ്പെട്ട അസുഖമായി അത് മാറ്റിവെക്കാൻ വിധേയമാവുകയാണ്. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ പദ്ധതി വിജയിപ്പിക്കണമെന്ന് ദീൻ ഇസ്ലാമിനെ അഭ്യർത്ഥിക്കുന്നു.